അയ്യോ നായര് കടയിലെ ചായ കടയില്. ഓ ഞങ്ങളൊന്നും മേടിക്കാറില്ല കടയിൽ നിന്ന്. അതെന്താ കൊള്ളത്തില്ലേ? നിങ്ങളൊക്കെ മേടിക്കാറുണ്ടോ? നമ്മൾ വാങ്ങിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല അയാളുടെ കടയിൽ ഒരു സാധനവും. ആണോ? ഒരു കാശിന് കൊള്ളൂല. 2 ദിവസം പഴക്കായ സാധനങ്ങളാണ് അയാൾ ഇതാക്കുന്നത്. ഇപ്പൊ നോക്കിയേ, പഴംപൊരിക്ക് ഒരു പൊള്ളച്ച പുളുത്ത് അല്ലേ? മാവ് ഇന്നലത്തെ മാവാങ്ങ. നായര് ചേട്ടൻ്റെ ഒരു മോളുണ്ട്, അങ്ങ് ദൂരെ എങ്ങാണ്ടോ പോയി ഒരു ജോലിയൊക്കെ മേടിച്ച് വന്ന് കുറച്ച് പേരദോഷമൊക്കെ കേട്ട് അങ്ങനെ നെളിഞ്ഞ് നടക്കുക. ഒരു പെണ്ണല്ലേ? ഇച്ചിരി മുടിയൊക്കെ മുഖത്തോലും നോക്കാൻ നടക്കുന്നത്. ഭയങ്കര ഗമയാ. പിടിക്കാൻ 16 പേര് വേണം. ആ മോളെ തറയിലെങ്ങാണ്ടും അല്ല നടക്കുന്ന നായരേട്ടന്റെ മോള്. ആരോടും മിണ്ടൂല. ഒരു ആവശ്യം വന്ന് നോക്കട്ടെ, നാട്ടുകാരല്ലാതെ ആരെങ്കിലും ഉണ്ടാവോ? ഈ നായർക്ക് ആരുണ്ട് ഈ മോളല്ലാതെ? എല്ലാരും തന്തേ കണക്കാ മോളും കണക്കാ. തമ്പിച്ചേട്ടൻ പോയപ്പോ ഈ പെണ്ണെ കണ്ടായിരുന്നേ, മൂത്ത് നോക്കി ചിരിച്ചിട്ടൊക്കെ ഇപ്പൊ മൈൻഡ് മിണ്ടാനേ പോകൂല. മിണ്ടരുത്. ഇന്നലെ ഞാനും മൂത്ത് നോക്കി സത്യം. സർക്കാർ ജോലി കിട്ടിയതിന്റെ ഗമയാ. സർക്കാർ ജോലിനേക്കാളും അന്തസ്സായിട്ട് നമ്മൾ എല്ലാവരും ഇല്ലേ? രമണി ചേച്ചി, ശ്രീദേവി ഉണ്ടല്ലോ. ഉണ്ട്. എല്ലാവരോടും കറക്റ്റായിട്ട് വരാൻ പറ കേട്ടോ. വരൂല, വന്നില്ലെങ്കിൽ ഫൈൻ വാങ്ങിക്കണം. അതേന്നേ, നമ്മളെല്ലാ ആഴ്ചയും വരും, അവരാരും വരൂല. വരണവരങ്ങ് വന്നോണ്ടിരിക്കും, ബാക്കിയുള്ളവർ വരാത്തവര് നല്ലവരും വന്നാൽ നമ്മള് മോശക്കാരുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചേച്ചിയെ, ചേച്ചിക്ക് എന്തോ പൈസയുടെ അത്യാവശ്യമുണ്ട്, ലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അതെ തങ്കം, എനിക്ക് ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട് തങ്കം. എന്ത് പറ്റി പെട്ടെന്ന്? അങ്ങനെയല്ല, എന്റെ കൊച്ചിച്ചന്റെ മോളെ കല്യാണം. അവരെ എന്റെ മോക്കൊരു 1 പവന്റെ സാധനം കൊണ്ടു തന്നത്. നമ്മളും അങ്ങോട്ട് 1 പവൻ കൊടുക്കണ്ടേ? അപ്പൊ 50,000 രൂപയ്ക്ക് കിട്ടത്തില്ല, 10-60,000 രൂപയാവും. അപ്പൊ അതുകൊണ്ടാ, അത് കൊടുക്കാൻ വേണ്ടിയാ. അത് ശരിയാ, അതൊക്കെ കൊടുക്കണം. പക്ഷേ ഉണ്ടല്ലോ, അതിന് ചേച്ചി വേറെ എവിടെന്നെങ്കിലും നോക്കണമായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ നിന്ന് തരാൻ പറ്റൂല. അതെന്താ? ഞാൻ വേറെ എവിടെ നോക്കണം, ഇവിടെ നിന്ന് എടുക്കാമല്ലോ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ? എന്റെ കാർഡിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇപ്പൊ എടുത്തേക്കണ ലോൺ നിങ്ങൾ മര്യാദ അടയ്ക്കണില്ല, അത് കുടിശ്ശികയാണ്. ഇതിനു മുമ്പ് എന്റെ കാർഡിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്ത് അതും നിങ്ങൾ അടവ് തെറ്റിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ചീത്ത വിളിയും കേട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് അടുപ്പിച്ച് ഇപ്പോഴും എനിക്ക് 7,000 രൂപ തരാനുണ്ട് അതിനകത്ത്, ഇല്ലേ? അതെ തങ്കം, തരാനൊക്കെ ഉള്ളതൊക്കെ തന്നെ. ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ, ഒരു കല്യാണക്കാര്യമല്ലേ? അയ്യോ, ഇപ്പോഴാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇപ്പോഴല്ല അത്യാവശ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്, അത് അന്നേ ചിന്തിക്കണമായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വയ്യ നിങ്ങളുടെ പുറകെ നടന്ന്. തങ്കത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ ലോൺ തരുന്നത്? തോന്നിയാസം ഓർത്താൻ എന്നോട് പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പറയണം, എന്നോട് എടി, എന്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, നിന്റെ വീട്ടിലല്ല ഞാൻ വരുന്നത് കേട്ടാ. എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചായ നീ എല്ലാം കുടിച്ച് വാഴക്കപ്പവും തിന്ന് നായരെയും കുറ്റം പറഞ്ഞവളല്ലേടി നീ? നിനക്കൊക്കെ വേണ്ട ഇറങ്ങി പോടല്ലേ? അല്ല, ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസത്തിന് വന്നൊന്നുമല്ല. താമസിക്കാൻ നിങ്ങൾ ഞാൻ താമസിക്കാൻ കൊള്ളത്തത് നിന്റെ ഭർത്താവിനെ പറ്റിയൊക്കെ എല്ലാവർക്കും എല്ലാം തിന്നുകൊണ്ട് എന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. നിന്റെ വീട്ടിൽ ഞാൻ നിന്റെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ നീ പറയണ്ട. നിങ്ങൾക്ക് എന്ത് ചരിത്രം അറിയാൻ? ഒരു രമണി വന്നേക്കണം, എന്റെ ഭർത്താവിന് എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. പോടി ചേട്ടോളം നാറികൾ പോടി.